തൃശൂരിൽ ബി.ജെ.പി. പ്രവർത്തകർക്കെതിരെ പോലീസിന്റെ നരനായാട്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച ബി.ജെ.പി. പ്രവർത്തകരെ പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ബി.ജെ.പി. ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ തലയ്ക്ക് പരിക്കേറ്റു. CPM ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞതോടെയാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത്. വൈകിട്ട് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലേക്ക് CPM നടത്തിയ പ്രതിഷേധത്തിനിടെ ഓഫീസിന്റെ ബോർഡിൽ കരിയോയിൽ ഒഴിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. കരിയോയിൽ ഒഴിച്ച ബിബിൻ എന്ന CPM പ്രവർത്തകരെ മുതിർന്ന നേതാക്കൾ ബലമായി പോലീസ് കസ്റ്റഡിയിൽ നിന്നും പിടിച്ചിറക്കി കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. വിശദാംശങ്ങളുമായി സനു കെ സജീവ് ചേരുകയാണ്. സനു, BJP-യുടെ മാർച്ചിൽ നരനായാട്ട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തിനുണ്ടായത്. ജില്ലാ അധ്യക്ഷന്റെ തലയ്ക്ക് ക്രൂരമായി മർദ്ദിക്കുന്ന, ലാത്തി കൊണ്ട് ക്രൂരമായി എടുക്കുന്ന സാഹചര്യം, അദ്ദേഹത്തിന്റെ ആരോഗ്യനില, മറ്റ് എത്ര പ്രവർത്തകർക്കാണ് ഈ പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റത്? മറ്റ് വിശദാംശങ്ങൾ കൂടി. KP ഇന്ന് വൈകുന്നേരം CPM തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി MPയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് ആദ്യം സംഘർഷമുണ്ടാകുന്നത്. അതായത് MPയുടെ ഓഫീസിന് നേരെ CPMന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ സംഘർഷമുണ്ടാകുന്നു. ഓഫീസിലേക്കുള്ള പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ചിരുന്ന ബോർഡിലേക്ക് കരിയോയിൽ ഒഴിക്കുകയായിരുന്നു ആദ്യം. ഈ കരിയോയിൽ ഒഴിച്ചത് CPMന്റെ പ്രവർത്തകനും ഒപ്പം തന്നെ CITU പ്രവർത്തകനും ഓട്ടോ ഡ്രൈവറുമായിട്ടുള്ള വിപിനാണ്. തുടർന്ന് വിപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പോലീസ് വാഹനത്തിലേക്ക് കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിലേക്ക് മാറ്റുകയും ചെയ്തു. തുടർന്ന് CPMലെ മുതിർന്ന നേതാക്കൾ നേരിട്ടെത്തി ഇദ്ദേഹത്തെ മോചിപ്പിക്കുകയായിരുന്നു. പോലീസ് വാഹനത്തിൽ നിന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ അവിടെയാണ് ഇദ്ദേഹത്തെ വാഹനത്തിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ടുപോയത്. തുടർന്നാണ് BJP-യുടെ നേതൃത്വത്തിൽ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. MG റോഡിന് സമീപമുള്ള CPMന്റെ ഓഫീസിലേക്ക് മാർച്ച് വരികയും ഒപ്പം തന്നെ ഓഫീസിന് മുൻഭാഗത്ത്, അതായത് തൊട്ട് സമീപത്ത് വെച്ച് പോലീസ് മാർച്ച് തടയുകയുമായിരുന്നു. തുടർന്ന് BJP പ്രവർത്തകർ വളരെ സമാധാനപൂർവ്വം അവിടെ പ്രതിഷേധം നടത്തുകയും ചെയ്തു. എന്തായാലും ഈ പ്രതിഷേധം നടക്കുന്നതിനിടയിലാണ് CPMന്റെ പ്രവർത്തകർ വലിയ തോതിൽ സംഘടിച്ചെത്തുകയും BJP പ്രവർത്തകർക്ക് നേരെ കല്ലുകളും ഒപ്പം തന്നെ സോഡാ കുപ്പിയും എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന് അടക്കം പരിക്കേറ്റിട്ടുണ്ട്. ജില്ലാ ജനറൽ സെക്രട്ടറിക്കും ഈ കല്ലേറിൽ പരിക്കേറ്റിട്ടുണ്ട്. ജസ്റ്റിൻ ജേക്കബിന് പോലീസിന്റെ ലാത്തി അടിയിലാണ് പരിക്കേറ്റിട്ടുള്ളത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജസ്റ്റിൻ ജേക്കബിന് തൃശ്ശൂരിലെ അശ്വിനി ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ, ഇന്നുണ്ടായ ഈ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ ആകമാനം പോലീസിന്റെ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. BJP ഓഫീസിനും ഒപ്പം തന്നെ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിനടക്കം പോലീസിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അതായത് ഈ മാർച്ചിൽ പങ്കെടുക്കുകയും ഒപ്പം മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു. സുബീഷാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്താണ് ഇന്ന് സംഘർഷത്തിന് ഉണ്ടായ ഒരു കാരണം? CPMന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള ഒരു സംഘർഷമാണ് ഉണ്ടായത്? ബഹുമാനപ്പെട്ട തൃശ്ശൂർ MP സുരേഷ് ഗോപി അവരുടെ ഓഫീസിനു നേരെ ഇന്നുണ്ടായ CPM അക്രമത്തിനെതിരെ പ്രതിഷേധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് CPMന്റെ ഓഫീസിന് ഏകദേശം 100 മീറ്റർ മുൻപിൽ വെച്ച് പോലീസുകാർ തടയുകയും, തടഞ്ഞ സമയത്ത് അതിനെ ഒരു ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധമെന്ന രീതിയിൽ അവിടെ നമ്മുടെ പ്രവർത്തകരോടെല്ലാം ഇരിക്കാൻ പറഞ്ഞ് ആ റോട്ടിൽ വെച്ച് ആ പ്രതിഷേധ പ്രകടനത്തെ അഭിസംബോധന ചെയ്ത് BJP-യുടെ നേതാക്കന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് CPMന്റെ ഗുണ്ടകളായിട്ടുള്ള ആളുകൾ അവരുടെ നേതൃത്വത്തിൽ കല്ലേറ് തുടങ്ങിയത്. ആ കല്ലേറ് തുടങ്ങിയ സമയത്ത് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും വളരെ ഗുരുതരമായ രീതിയിൽ പരിക്കുകൾ ഏറ്റു. ആ സമയത്ത് അതിനെ നേരിടേണ്ട പോലീസ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്കെതിരെയാണ് തിരിഞ്ഞത്. അതുകൊണ്ടാണ് തൃശ്ശൂർ ജില്ലാ അധ്യക്ഷൻ ശ്രീമാൻ ജസ്റ്റിൻ ജേക്കബിനെ പോലീസ് അടിക്കുന്നത് കൃത്യമായ വീഡിയോയിൽ നമുക്ക് കാണാം. CPM പ്രവർത്തകർക്ക് CPMും അതുപോലെ തന്നെ പോലീസും തമ്മിൽ ഗൂഢാലോചന നടന്നു എന്നതിന് വ്യക്തമായ തെളിവാണ് പോലീസിൻ്റെ നേരിട്ടുള്ള അക്രമം. കാരണം ഈ അക്രമം നടക്കുന്ന സമയത്ത് ഈ കല്ലെറിയുന്ന പ്രവർത്തകരെ ഓടിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ സോഡ കുപ്പി ഉപയോഗിച്ച് എറിയുന്നവരെ പിന്തിരിപ്പിക്കാനോ പോലീസ് ശ്രമിക്കാതെ BJP പ്രവർത്തകരെ നേരെ അക്രമം അഴിച്ചുവിടാനാണ് പോലീസ് ശ്രമിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ജില്ലാ അധ്യക്ഷനെ പോലീസാണ് ആക്രമിച്ചത്. ഈ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച ആ ഒരു വിജയത്തെ അംഗീകരിക്കാൻ CPMന്റെ നേതാക്കൾ തയ്യാറല്ല. കാരണം അവരെ പരമ്പരാഗതമായി അവരുടെ സ്വഭാവം അങ്ങനെയാണ്. കാരണം ഇന്ന് സുനിൽകുമാർ രണ്ട് മൂന്ന് ദിവസമായി തുടങ്ങി വെച്ച ഈ ഒരു വിവാദം അദ്ദേഹം പഠനകാലം മുതലുള്ള SFI മുതലുള്ള രാഷ്ട്രീയ കാലഘട്ടത്തിൽ ഇന്ന്
ഈ കേരളത്തിലെ ഒട്ടുമിക്ക കോളേജുകളിലും ഇതുപോലെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ച് അക്രമത്തിലൂടെ ആ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു പ്രവർത്തനം CPM-ന്റെ നേതാക്കന്മാർ അവർ കോളേജുകളിൽ പഠിക്കുന്ന കാലം മുതലേ ഉണ്ട്. കാരണം നമുക്കറിയാം, ശ്രീകൃഷ്ണ കോളേജിലെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി ABVP-യുടെ സനൂപ് ജി വിജയിച്ച സമയത്ത് അദ്ദേഹത്തിനെ ആക്രമിച്ച് അദ്ദേഹം എക്സാമിന് വന്ന സമയത്ത് വളരെ ഗൗരവമായി ക്രൂരമായി ആക്രമിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തി. അതുപോലെ തന്നെ കേരളവർമ്മ കോളേജിൽ 2008 നടന്ന തിരഞ്ഞെടുപ്പിൽ അന്ന് ABVP-യുടെ രാകേഷ് എന്ന് പറയുന്ന പ്രവർത്തകൻ എഡിറ്ററായി വിജയിച്ച സമയത്ത് ഇതേ SFI-ക്കാർ ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ചുകൊണ്ട് ബാലറ്റ് പേപ്പറുകളെല്ലാം വലിച്ചു കീറി അധ്യാപികമാരെ ആക്രമിച്ച് ആ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ അട്ടിമറിച്ചു. ഇങ്ങനെ കേരളത്തിൽ ജനാധിപത്യ രീതിയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് വിജയത്തെ അംഗീകരിക്കാതെ CPM-ന്റെ കുട്ടിസഖാക്കൾ അവരുടെ ക്യാമ്പസുകളിൽ നിന്നും പഠിച്ചു വരുന്ന പാഠമാണ് CPM-ന്റെ നേതാക്കൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് സുനിൽകുമാർ ഈ അക്രമത്തെ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇടതുപക്ഷ നേതാക്കന്മാർ അവർ ക്യാമ്പസുകളിൽ നിന്ന് തിരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുന്ന പ്രവർത്തനം പഠിച്ചതാണ് ഇന്ന് CPM-ന്റെ പ്രവർത്തകരെ ഈ രീതിയിൽ അക്രമത്തിന് വേണ്ടി അഴിച്ചുവിട്ടിരിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും വലിയ കടുത്ത പ്രതിഷേധത്തിലാണ് BJP. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് BJP ജില്ലാ അധ്യക്ഷനെതിരെ അക്രമം നടത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ കരുതിക്കൂട്ടി വന്നു എന്ന് തന്നെയാണ് BJP ആരോപിക്കുന്നത്. അതായത് മാസ്ക് ഇട്ട് അതേപോലെ തന്നെ നെയിം പ്ലേറ്റ് ധരിക്കാതെ ഹെൽമെറ്റ് ധരിച്ചെത്തിയ ഉദ്യോഗസ്ഥനാണ് ജില്ലാ അധ്യക്ഷന് മേൽ ഇത് അതിക്രൂരമായിട്ടുള്ളൊരു ലാത്തിയടിക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് BJP പ്രവർത്തകരെ നിയന്ത്രിക്കാൻ വേണ്ടി മാത്രമാണ് പോലീസ് തയ്യാറായത്. ഒപ്പം CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രം കാവലിരുത്തിയിട്ട് അവർ BJP പ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. ഈ സമയത്താണ് വലിയ രീതിയിൽ പ്രവർത്തകർ സംഘടിച്ച് BJP പ്രവർത്തകർക്ക് നേരെ അക്രമവുമായിട്ട് കല്ലുകറുമായിട്ട് സോഡാ കുപ്പികളുമായിട്ടുള്ളൊരു പ്രതിരോധ മാർഗവുമായിട്ട് അവരെത്തി. എന്തായാലും ഈ ഒരു കല്ലേറിൽ BJP ജില്ലാ ജനറൽ സെക്രട്ടറിക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് 2 പ്രവർത്തകർക്കും ഈ CPM പ്രവർത്തകരുടെ കല്ലേറിൽ പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം ലാത്തിയടിയിൽ, അതായത് പോലീസിന്റെ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂരിൽ BJP പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ നരനായാട്ട് തന്നെയാണ് ഉണ്ടായത്. നിരവധി പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. ജില്ലാ അധ്യക്ഷന്റെ തലയ്ക്ക് ലാത്തി കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ കാണുകയുണ്ടായി. ഇതിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സനു, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതിക്രൂരമായ ഒരു പോലീസിന്റെ നരനായാട്ട് തന്നെയാണ് കാണാൻ സാധിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CPM-ന്റെയും പോലീസിന്റെയും ഒത്തുകളി, CPM പ്രവർത്തകർക്ക് അഴിഞ്ഞാടൻ അവസരം ഉണ്ടാക്കി കൊടുത്ത പോലീസ് പിന്നീട് ജില്ലാ അധ്യക്ഷനെ തെരഞ്ഞു പിടിച്ച് മർദ്ദിക്കുകയായിരുന്നു. കരുതിക്കൂട്ടി ബോധപൂർവമാണ് ഇത്തരത്തിലുള്ള ഒരു മർദ്ദനം എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്, അല്ലേ? KP, ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും, അതായത് CPM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് തുടങ്ങിയത് മുതൽ അത് അവസാനം BJP-യുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധ പ്രകടനം അവസാനിക്കുന്നത് വരെ CPM-നെ ഏത് തരത്തിൽ സഹായിക്കാൻ സാധിക്കും, അല്ലെ ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും അവരെ എങ്ങനെ സഹായിക്കാൻ സാധിക്കുമെന്നുള്ള വിശകലനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പോലീസ് പ്രവർത്തകർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു നൽകിയതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. ആ ഓഫീസിലേക്ക് എത്തുന്നതിന് മുമ്പ് പോലീസ് മാർച്ച് തടയുന്നു. ഈ മാർച്ചിൽ പങ്കെടുത്ത ഒരു പ്രവർത്തകൻ കൃത്യമായിട്ട് MPയുടെ ഓഫീസിന്റെ ബോർഡിലേക്ക് വന്ന് കരിയോയിൽ ഒഴിക്കുന്നു. തുടർന്ന് ചെരുപ്പുമാല അണിയിക്കുന്നതിനിടയിൽ വളരെ അനുഭാവപൂർവ്വം ആ പ്രവർത്തകനെ അവിടുന്ന് പിടിച്ചു മാറ്റുകയാണ് പോലീസ് ചെയ്തത്. തുടർന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകർ പല കുറി ചോദിച്ചപ്പോഴും താൻ CPM പ്രവർത്തകനാണോ എന്ന് കൃത്യമായ മറുപടി പറഞ്ഞില്ല. ഞാനൊരു മലയാളി എന്ന നിലയിലാണ് ഈ പ്രതിഷേധം നടത്തിയതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഷ്യം. തുടർന്ന് പോലീസ് വാഹനത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയും അവിടെ ആ വാഹനത്തിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തു. ഒരു SI-യുടെ നേതൃത്വത്തിൽ 5ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ആ വാഹനത്തിൽ ഇരിക്കുന്നതിനിടയിലാണ് CPM-ന്റെ മുതിർന്ന പ്രവർത്തകർ എത്തിക്കൊണ്ട് അവരെ കസ്റ്റഡിയിലെടുക്കുന്ന, അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകനെ മോചിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇത് നോക്കി നിൽക്കാൻ, അതായത് മുതിർന്ന ഉദ്യോഗസ്ഥർക്കടക്കം CI-ക്ക് അടക്കം അവിടെ നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ BJP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്, B. ഗോപാലകൃഷ്ണൻ കൂടി ചെയ്യുകയാണ്. ഈ ഒരു ആക്രമം, അതായത് കൃത്യമായിട്ടുള്ള ഒരു ആക്രമണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. BJP പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. എന്താണ് ഇതിൽ നമുക്ക് പ്രതികരിക്കുന്നത്? വളരെ നിർഭാഗ്യകരം, ക്രൂരം, അതിശക്തമായിട്ടുള്ള CPM-ന്റെയും പോലീസിൻ്റെയും പ്രതികാര നടപടിയാണ്. സുരേഷ് ഗോപി ജയിച്ചതിന് ജനങ്ങളോടുള്ള പ്രതികാരം പാർട്ടി പ്രവർത്തകരോട് കാണിക്കുകയാണ് CPM-ഉം പോലീസും.
പോലീസും CPM-ഉം ചേർന്നാണ് BJP-ക്കാരെ തല്ലിച്ചതയ്ക്കാൻ തയ്യാറായത്. സാധാരണ പ്രതിഷേധം നടത്താം, സാധാരണ പ്രതിഷേധത്തിൽ സംസാരിക്കാം, അതല്ലെങ്കിൽ ജനാധിപത്യ രീതിയിലുള്ള മര്യാദകൾ കാണിക്കാം. പക്ഷേ BJP-യുടെ ഓഫീസിന് നേരെ, സുരേഷ് ഗോപി MP-യുടെ ഓഫീസിന് നേരെ ആക്രമിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ അത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് BJP ജനാധിപത്യ മാർഗത്തിൽ പ്രതിഷേധം നടത്തിയത്. ആ ജനാധിപത്യ മാർഗത്തിലുള്ള പ്രതിഷേധത്തെയാണ് കല്ലെറിഞ്ഞും പോലീസിൻ്റെ ലാത്തി കൊണ്ടും അടിച്ച് ഈ രീതിയിൽ വികൃതമാക്കിയിട്ടുള്ളത്, ഈ രീതിയിൽ ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ പകല് പോലീസ് ജീപ്പിൽ പിടിച്ചു കൊണ്ടുപോയ പ്രതിയെ CPM-കാരൻ മോചിപ്പിക്കുന്നു, എന്നിട്ട് ഇതുവരെ ഒരു കേസെടുത്തിട്ടില്ല. ഇതെന്ത് സമീപനമാണ്? പോലീസിൻ്റെ ഇരട്ടത്താപ്പിനെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധമാണ് സംഘടിപ്പിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ MP-യുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു, അവിടെ സംഘർഷം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ച വിപിനെതിരെ ഇതുവരെ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോയ പ്രവർത്തകനെ നേതാക്കൾ വന്ന് മോചിപ്പിച്ചുകൊണ്ട് പോയിട്ട് നോക്കി നിൽക്കാൻ മാത്രം CI അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞുള്ളൂ. ഇതിനെതിരെ ഒന്നും ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കാത്ത ഉദ്യോഗസ്ഥരാണ് ഈ BJP-യുടെ മാർച്ചിന് നേരെ ഈ നരനായാട്ട് നടത്തിയിരിക്കുന്നത്. എന്തായാലും അശ്വിനി ആശുപത്രിയിൽ 4ഓളം പ്രവർത്തകർ ചികിത്സയിലാണ്. BJP-യുടെ ജില്ലാ അധ്യക്ഷൻ ചികിത്സയിലാണ്. ഒപ്പം തന്നെ BJP-യുടെ ജില്ലാ ജനറൽ സെക്രട്ടറിക്ക് തലയ്ക്ക് ഗുരുതരമായിട്ട് കല്ലെറി പരിക്കേറ്റിട്ടുണ്ട്. അതിക്രൂരമായ പോലീസിന്റെ നരനായിട്ട് തന്നെയാണ് തൃശ്ശൂരിൽ ഉണ്ടായിരുന്ന 4ഓളം BJP പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. അവർ അശ്വിനി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ജില്ലാ അധ്യക്ഷനും തലയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. സാനുവാണ് വിശദാംശങ്ങൾ നൽകിയത്.